എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ആദി നവി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മട്ടൻ കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതിന് പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് നല്ല 2 മട്ടൻ പീസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ എൻ്റെ ഒരു പങ്കുമില്ല, ഫുള്ളി ചെയ്യുന്നത് നവീനാണ്. അപ്പോൾ ഇതുപോലെ 2 നല്ല വലിയ മട്ടൻ പീസ് ഉണ്ടായിരുന്നു. അത് രണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിൽ കുറച്ച് മസാലകളൊക്കെ തേച്ച് ഒരു പ്രത്യേക രീതിയിൽ വേവിച്ചെടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ അലുമിനിയം ഫോയിൽ പേപ്പറിൽ ഇതുപോലെ പൊതിഞ്ഞ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് മസാല പറ്റുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പൊതിഞ്ഞത് തുറന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചില്ലി ഫ്ലേക്സ്, കുരുമുളക്, മഞ്ഞൾ, പെപ്രിക്ക, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടാതെ കുറച്ച് ഹോളായിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് ധാരാളമായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പറിൻ്റെ ഒരു റോള് ഏകദേശം തീരുമാനമായി. ആ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത്രമാത്രം അത് പുറത്തോട്ട്, അതായത് അതിൻ്റെ ആ മട്ടൻ വെന്ത വെള്ളം പുറത്തോട്ട് പോകരുതെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഭയങ്കരമായിട്ട് പൊതിഞ്ഞത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്, നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കുക. അതിന് ശേഷം ഞങ്ങൾ ചെയ്തത് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഈ പൊതി നേരെ ഇറക്കിയിടുക ചെയ്തത്. ഒരു ക്യാപ്സിക്കം 4ആയി കീറിയിട്ടു, ഒരു പീസ് ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5-6 വിസിൽ കൂടുതൽ അടിച്ചിട്ടുണ്ട് കേട്ടോ, 7-8 വിസിൽ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് പൊക്കി നോക്കിയിട്ട് വെന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്കൊന്ന് മാറ്റി നോക്കുകയാണ്. നന്നായിട്ട് ആവി അടിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതുപോലെ 2 പൊതിക്കെട്ടുകളും നമ്മൾ പുറത്തെടുത്തു. അതൊരു വല്ലാത്ത പ്രോസസ്സായിരുന്നു, നല്ല ചൂടുമുണ്ട്, എന്നാൽ പെട്ടെന്ന് എന്തായെന്ന് അറിയാനുള്ളൊരിതും. അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ അതിലെ ആ വെന്ത വെള്ളം ഉള്ളിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. അതൊന്ന് മാറ്റി കൊടുക്കണുണ്ട്, കാരണം നമ്മൾ റൈസ് ദം ചെയ്യാൻ നേരത്തെ ഈ വെള്ളമാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ പൊതി തുറന്ന് നോക്കിയിട്ട് അത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ട. കാരണം ഇത് വെന്തെങ്കിൽ മാത്രം അടുത്ത പണി എടുത്താൽ മതിയല്ലോ എന്നാണ് നമ്മൾ വിചാരിച്ചത്. അല്ലെങ്കിൽ ഇത് ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇത് വേറെ രീതിയിൽ എങ്ങനെയെങ്കിലും വേവിക്കണമല്ലോ. ഇത് തികച്ചും ഒരു പരീക്ഷണമായിരുന്നു, അതിൻ്റെ പുറത്താണ്. പക്ഷേ ഇത് നല്ല ഒരു ടേസ്റ്റും നല്ലൊരു പ്രത്യേക ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന മന്തി എന്ന് ഞാൻ പറയുന്നില്ല, അതേപോലെ. അപ്പോൾ റൈസ് വേവിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ കുക്കറിൽ വെള്ളം വെച്ചിട്ട് 4ആയിട്ട് കീറിയ ക്യാപ്സിക്കവും സവാള ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. അത് ബാക്കി നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള ഗ്രാമ്പൂ, പട്ട, സ്റ്റാർ അനീസ്, അതുപോലെ ബേ ലീവ്സൊക്കെ ഇട്ടിട്ട് റൈസ് വേവിച്ചെടുത്തു. ഇങ്ങനെയാണ് നമുക്ക് ആ ക്യാപ്സിക്കവും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു മിക്സിങ്ങിനായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്ത ഈ മട്ടൻ പീസും എല്ലിന്നൊക്കെ നന്നായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഇതുകൂടെ കുക്കറിൽ തന്നെ ദം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യം മാറ്റി വെച്ച ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ മട്ടൻ വെന്ത വെള്ളവും അതുപോലെ ആ പീസും വേവിച്ച് വെച്ച അരിയും എല്ലാം കൂടെ കുക്കറിലോട്ട് തന്നെ അങ്ങ് ഇട്ടു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ലോ ഫ്ലെയിമിൽ വെച്ചു. താഴെ ഇടയ്ക്ക് വന്നിട്ട് ഞങ്ങളൊരു പഴയ ഒരു ദോശക്കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും എന്തായാലും. അതിനുശേഷം കുക്കർ മറയ്ക്കുവാണ്. ഇതുപോലെയാണ് മറച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, റൈസിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ എനിവേ എന്തോ ഒരു പേരറിയാത്തൊരു ഡിഷ്, അതാണ് ഞാൻ പറഞ്ഞത്. മട്ടൻ റൈസ്, ബിരിയാണി എന്നും പറയാൻ പറ്റില്ല, മന്തിയെന്നോ ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും വെറുതെ ഒന്ന് പരീക്ഷ നോക്കിയതാണ്. ഒരു രസമല്ലേ. മട്ടൻ്റെ പീസ് കിട്ടിയപ്പോൾ നവീന് തോന്നിയ ഒരു ബുദ്ധി, അത്രേ ഉള്ളൂ. കൂടെ കഴിക്കാനായിട്ട് തക്കാളിയും പുതിനയും മല്ലിയിലേക്ക് വെച്ചിട്ട് ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തൈരും കൂട്ടിയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ, ടേക്ക് കെയർ.